ശാന്തി എല്ലാവരും കൂടെ ഒന്ന് ഒത്തുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തേയും കൂടെ എടുക്കാം. വേഗത്തിലെടുത്തോ, ഉച്ചയാകുമ്പോഴത്തേക്കും തീർക്കണം. എന്താ ആരോ വിളിക്കുന്നുണ്ടല്ലോ? മണിക്കോട്ടാ, എന്തൊക്കെയാ? ഇന്നലെ വന്നു. തൊഴിലിരിപ്പാണല്ലേ ചേച്ചി? ആടാ, തൊഴിലോ ഇരിപ്പൊക്കെ തന്നെയാ. പിന്നെ 2 മണിക്കൂർ നേരത്തെ പണിയല്ലേ ഉള്ളൂ. 350 രൂപയല്ലേ കിട്ടുള്ളൂ. കൊച്ചപ്പഴാ വന്നേ? ഞാൻ ഇന്നലെ രാത്രിയാകുമ്പോ എത്തി. ഇന്നലെയോ? നിനക്ക് ശമ്പളമൊക്കെ കിട്ടി തുടങ്ങിയോ? ചേച്ചി 30 കിട്ടുന്നുണ്ട്. 30 ഉണ്ട് അല്ലേ? ആട്ടെ, വീട്ടിൽ വല്ലതും കൊടുക്കാറുണ്ടോ? ഇവിടെ EMI അടച്ചിട്ടുണ്ട്. EMIന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പോന്നു. വീടിന്റെ ലോണുണ്ട്, ഇളമൂത്തേനെ കെട്ടിച്ചതിന്റെ കുറച്ച് ലോണുണ്ട്. പിന്നെ രണ്ടാമത്തത് ഡിഗ്രി സെക്കൻഡ് ഇയർ ആടാ. അതിന് സെൽഫ് ഫിനാൻസിങ്, അതിന് പൈസ ഉണ്ടാക്കണം. പിന്നെ ഷുഗറും പ്രഷറൊക്കെ തുടങ്ങുന്ന കാലമായില്ലേ. പിന്നെ വീട്ടിലത്തെ ചിലവ് നോക്കണ്ടേ. അങ്ങേർക്കൊരു സഹായം. വർഷത്തിൽ 100 ദിവസം പണി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമൊക്കെ അല്ലേ ചേച്ചി? ഞാൻ പുറത്ത് ടൗണിൽ പോയിട്ട് വരുന്നു. ആയിക്കോട്ടെ, നല്ല രസമുണ്ട് കേട്ടോ ബൈക്കൊക്കെ. മുടിയൊക്കെ നല്ല കുറച്ച് ജീവനൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രീതിയിലാവട്ടെ. അമ്മയോട് പറഞ്ഞേക്ക്, അന്വേഷിച്ചൊന്ന് പറഞ്ഞാൽ മതി. ശരി എന്നാ കൊച്ചു പോ. അവനൊന്ന് 60 കിട്ടിയാലും 30 കിട്ടിയാലും തികയത്തില്ല. എന്നിട്ട് നമ്മളെപ്പോലെ ഉള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുന്നു. ഈ പൈസ കൊണ്ട് മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു മനുഷ്യനും അത്ര അറിയത്തുള്ളൂ.